വയനാട് ചൂരൽമലയിൽ പ്രതിഷേധത്തിനിടെ വില്ലേജ് ഓഫീസറെ ആക്രമിച്ചുവെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഷിഹാബ് നിഷാദ് കൈപ്പുള്ളി, മോഹനൻ നാസർ, സലാം ജമാൽ എന്നീ ചൂരൽമല സ്വദേശികൾ അറസ്റ്റിലുമായി. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേർന്നു. സുർജിത്ത്, അന്ന് പെരുമഴ പെയ്യുകയും പെരുമഴയത്ത് ജോലിക്ക് പോകേണ്ടി വരുന്ന അവസ്ഥയെപ്പറ്റി വൈകാരികമായ നാട്ടുകാരുടെ പ്രതിഷേധം അവിടെ ഉണ്ടാവുകയും വില്ലേജ് ഓഫീസർ വരികയും അദ്ദേഹത്തിന് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് മുന്നിൽ ജീപ്പ് റിവേഴ്സ് എടുത്ത് പോകേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായല്ലോ. അതിലാണോ സംഭവം? ആക്രമിച്ചുവെന്നാണോ പരാതി? ഹാഷ്മി, അതിൽ തന്നെയാണ് ആ ഒരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നിലവിൽ പരാതി നൽകിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മർദ്ദനം, തടഞ്ഞുവെക്കൽ, ഔദ്യോഗിക വാഹനം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുത്തത്. മേപ്പാടി പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 6 പേർക്കെതിരെയാണ് കേസ്. ഒരാൾ മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള ഷിഹാബാണ്. അതോടൊപ്പം ചൂരൽമല സ്വദേശികളായിട്ടുള്ള നിഷാദ് കൈപ്പുള്ളി, മോഹനൻ നാസർ, സലാം ജമാൽ എന്നീ 5 ചൂരൽമല സ്വദേശികളും ഇപ്പോൾ നിലവിൽ അറസ്റ്റിലായിരിക്കുകയാണ്. ഇവർക്കെതിരെ ഈ വകുപ്പുകൾ, അതായത് മർദ്ദനം, തടഞ്ഞുവെക്കൽ, ഔദ്യോഗിക വാഹനം നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ നിലവിൽ കേസെടുത്തിരിക്കുന്നത്. വലിയ രീതിയിലുള്ള മഴപ്പെയ്ത്തുണ്ടായിരുന്നു. ആ മഴപ്പെയ്ത്തിൽ ചൂരൽമല പുഴ കയറി വരുന്നൊരു സ്ഥിതി ഉണ്ടായി. ഇതേ തുടർന്ന് മുണ്ടക്കൈയിലടക്കം ജോലി ചെയ്തിരുന്ന ആളുകളെല്ലാം വലിയ രീതിയിൽ ഭയപ്പാടോടുകൂടി ഓടിയെത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. ഈ വിഷയം ഉയർത്തിക്കൊണ്ടാണ് പ്രതിഷേധം ഉയർന്നത്. അതുമാത്രമല്ല, എല്ലാവർക്കും 3 വാർഡുകളിലെ എല്ലാവർക്കും മതിയായ ഉചിതമായ ധനസഹായം നൽകണമെന്നുള്ള ആവശ്യം നൽകിക്കൊണ്ടായിരുന്നു പ്രതിഷേധം. ആ പ്രതിഷേധത്തിനൊടുവിലാണ് ഇത്തരത്തിൽ വെള്ളാർമല വില്ലേജ് ഓഫീസർ വരുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ തടഞ്ഞ് തിരിച്ചയക്കുന്ന ഒരവസ്ഥ ഉണ്ടായത്. ഇതിനിടയിലാണ് മർദ്ദനവും ആക്രമണവും ഒക്കെ ഉണ്ടായത് എന്നാണ് പരാതിയിൽ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലവിൽ പോലീസ് കേസ് എടുത്തിരിക്കുകയും ഒപ്പം തന്നെ 6 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഇവരെ ഉച്ചയ്ക്ക് ശേഷം ലൈവിൽ കണ്ടതാണല്ലോ സുർജിത്ത്. വില്ലേജ് ഓഫീസർ അങ്ങോട്ടേക്ക് വരുന്നതും അതിന്റെ ദൃശ്യങ്ങൾ തന്നെ എന്താണ്, അങ്ങോട്ടേക്ക് വില്ലേജ് ഓഫീസർ വരുന്നതും വില്ലേജ് ഓഫീസർ വരുമ്പോൾ പ്രതിഷേധം ഉണ്ടാവുന്നതും വില്ലേജ് ഓഫീസർക്ക് ആ പ്രതിഷേധത്തെ അതിജീവിക്കാനാവാതെ ആ കാർ ജീപ്പ് റിവേഴ്സ് എടുത്ത് പിന്നിലേക്ക് പോകുന്നതൊക്കെ നമ്മൾ ലൈവിൽ ആ സമയം നമ്മൾ കണ്ടതാണ്. അതിനിടയിൽ എവിടെയും മർദ്ദനം ആ ദൃശ്യങ്ങൾ കണ്ടില്ല. അങ്ങനെ മർദ്ദനം ഉണ്ടായി എന്നാണോ വില്ലേജ് ഓഫീസറുടെ പരാതി? അങ്ങനെ മർദ്ദനമുണ്ട് എന്നുള്ളത് തന്നെയാണ് വില്ലേജ് ഓഫീസർ പരാതിയായി നൽകിയിരിക്കുന്നത്. ശരീരത്തിൽ മർദ്ദനം ഏറ്റിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വാഹനത്തിന്റെ ഒരു ഭാഗത്ത് അടിച്ചു എന്നും പറയുന്നുണ്ട്. മാത്രമല്ല, ഈ തിരിച്ച് അയക്കുന്ന വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അവിടെ രൂപപ്പെട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. എന്തായാലും നടപടിയുടെ ഭാഗമായി തന്നെയാണ് ഈ 6 പേരെയും അവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നത്. അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം കൽപ്പറ്റ കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഹാഷ്മി. സുർജിത്ത് അയ്യപ്പത്താണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഷിഹാബ് നിഷാദ് കൈപ്പുള്ളി, മോഹനൻ നാസർ, സലാം ജമാൽ എന്നീ ചൂരൽമല സ്വദേശികളാണ് അറസ്റ്റിലായത്. നമ്മൾ ആ പ്രതിഷേധങ്ങളൊക്കെ അത് പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവണം. അന്ന് ആ പെരുമഴ പെയ്ത സമയമാണത്. ഈ ചൂരൽമലയിൽ വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടായ ആശങ്കയുണ്ടായ സമയമാണ്. വേലിപ്പാലത്തിനപ്പുറത്തേക്ക് ജോലിക്ക് പോകേണ്ടി വന്ന ആളുകൾ അവിടെ കുടുങ്ങിപ്പോയ സാഹചര്യമാണ്. അപ്പോൾ പ്രതിഷേധം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന 300 രൂപ എന്ന് സർക്കാർ കൊടുത്തുകൊണ്ടിരുന്ന നിർത്തലാക്കി, വാടക നിർത്തലാക്കി. അങ്ങനെ ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല, ഞങ്ങൾ ഈ പുഴയിലിറങ്ങി നിൽക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള വൈകാരിക പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടു. അത് ഗതികേടിൽ നിന്നുണ്ടായ പ്രതിഷേധമാണ്. ആ പ്രതിഷേധത്തിലേക്കാണ് വില്ലേജ് ഓഫീസർക്കെതിരെ ചൂരൽമല നിവാസികൾ, അവിടുത്തുകാർക്ക് വലിയ പരാതി ആ സമയം അവർ പറയുന്നുണ്ടായിരുന്നു. ഈ പറയുന്ന അവരെ ഒഴിവാക്കിയതിൽ വില്ലേജ് ഓഫീസർക്കും തഹസിൽദാർക്കൊക്കെ പങ്കുണ്ടെന്ന് അവർക്ക് സംശയമുണ്ട്. അതിലുള്ള പ്രതിഷേധം നമ്മൾ കാണുകയും ആ സമയം ഏറെ വൈകിയാണെങ്കിൽ കൂടിയും ജീപ്പിലെത്തി വില്ലേജ് ഓഫീസർ തിരികെ പോകേണ്ടി വരുന്നൊക്കെ ഉണ്ട്. അതിനിടയിൽ മർദ്ദനം ഉണ്ടായിട്ടുള്ള കാര്യം നമ്മൾ ദൃശ്യങ്ങൾ കണ്ടില്ല. ഉണ്ടായി എന്നാണ് വില്ലേജ് ഓഫീസറുടെ പരാതി. അതിലാണ് ഇപ്പോൾ കേസ്. എന്തായാലും ജാമ്യമില്ലാ വകുപ്പാണ്. അവർക്ക് ജയിൽ ശിക്ഷ അടക്കം അനുഭവിക്കേണ്ടി വന്നേക്കാം.